സിമ്പിളായിട്ടൊരു മോയിസ്റ്റ് കേക്കായാലോ. കാണുന്ന പോലെ തന്നെയാണ് ഇത്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഈ ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഉണ്ടാക്കുമ്പം ഞാൻ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ഒരു പാകമാവുന്നതിന് വിചാരിച്ചിട്ടുണ്ടേന്. പക്ഷേ കമഴ്ത്തി നോക്കിയപ്പം ടിന്നിന്ന് വിട്ടിട്ടിട്ട് അപ്പോൾ പിന്നെ കട്ട് ചെയ്ത് തന്നെ കഴിക്കാമെന്ന് കരുതിയിട്ടോ. സംഗതി നല്ല എളുപ്പമാണ്. കണ്ടാലൊരു ബ്രൗണി ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇത് ബ്രൗണി ഒന്നല്ലേ. ആ ബ്രൗണിൻ്റെ വീഡിയോ നമുക്ക് പിന്നൊരിക്കൽ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ മെഷറിംഗ് കപ്പായിട്ട് ഈ ഒരു ബൗൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കപ്പ് പാലിലേക്ക് നമ്മൾ 2 സ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് ഇതൊന്ന് കേടിലാവാൻ വേണ്ടി മാറ്റി വെക്കുക. 15 മിനിറ്റാണ് കേട്ടോ മാറ്റി വെക്കുന്നത്. അങ്ങനെ ഈ സമയം കൊണ്ടാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കപ്പിന് തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വിചാരിച്ച് മിക്സ് ചെയ്യണ ബൗളിലത് നമ്മൾക്ക് മിക്സ് ചെയ്യാനല്ലോ, ഫൈനൽ മിക്സിങ് വേറല്ലേ, അപ്പോൾ പാത്രം മാറ്റാം. അങ്ങനെ ഞാൻ ഈ പാത്രം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് 1/4 കപ്പ് ഇല്ലേ, ഇനി കയ്യിലെ കൊക്കോ പൗഡർ കഴിഞ്ഞുകൊണ്ട് 1/4 കപ്പിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ. ഇനി മിക്സിംഗ് ബൗളിലേക്ക് 1 കോഴിമുട്ടയും പിന്നെ 1 സ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. പക്ഷേ എനിക്ക് മധുരം അത്ര തന്നെ വേണ്ടാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ആ കപ്പിന് തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചിലർക്കൊക്കെ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു മടി കാര്യമായിട്ട് മെഷറിംഗ് കപ്പ് ഇല്ല, നോസിൽസ് ഇല്ല, അങ്ങനെ കുറേ ബാരിയേഴ്സ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഉണ്ടാക്കണം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉണ്ടാക്കണം എന്നുള്ള മനസ്സ് മാത്രം മതി. ഇതേപോലെ ഒറ്റ കപ്പ് വെച്ച് നമുക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കേടിലാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ പാലുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് അരിപ്പ വെച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത്തിരി അരിച്ചെടുത്തിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണോ അതോ കഴിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ? എങ്ങനെയായാലും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ അതെനിക്ക് വലിയൊരു സപ്പോർട്ടും കൂടിയാണ്. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ടൈറ്റായി തോന്നും, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിന് തന്നെ 1/4 കപ്പ് നമ്മൾ ചുടുവെള്ളം, അതായത് നല്ല തിളച്ച വെള്ളമല്ല, കുറച്ചൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചുടുവെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഒഴിക്കരുത് കേട്ടോ. അത് നമ്മൾ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട പോലെ തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി പാകമായി വരണേ, അതായത് കേക്കിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി പാകമായി വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ചുടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കരുത്, കാരണം കട്ട പിടിക്കും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ളൊരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഗ്ലാസിൻ്റെ ഒക്കെ ടിൻ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ എളുപ്പം. ഞാനിവിടെ മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റൗമിൽ സെറ്റ് ചെയ്തിട്ടും വെക്കാം കേട്ടോ. അങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചില സമയത്ത് നമ്മൾക്ക് കേക്ക് ഇങ്ങനെ കുക്കായി വരുമ്പം അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം കോരി കഴിക്കാനാവും. അപ്പം ഞാനിത് കോരി കഴിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. പക്ഷേ വെറുതെ ഒന്ന് കമഴ്ത്തി നോക്കിയപ്പം കേക്ക് സെറ്റായി വന്ന പോലെ തോന്നി. അങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാറ്ററി കംപ്ലീറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അവനിൽ വെച്ചപ്പം സത്യം പറഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഇത് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. വേറൊരു കേക്ക് ഞാനിങ്ങനെ ഇടക്കിടക്ക് പോയി നോക്കിയിട്ട് വെന്തോന്നൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഇതിന് ഞാൻ കുറേ നേരം ഇടക്കിടക്ക് ഇങ്ങനെ പോയി നോക്കിയിന്, എന്തോ കഴിക്കാൻ ഭയങ്കര മുട്ടലേന് കേട്ടോ. അങ്ങനെ സംഭവം സെറ്റായി എടുത്തപ്പം കഴിച്ച് നോക്കിയപ്പോൾ നല്ല പൊളിയേന്. സാധനം 5 മിനിറ്റ് കൊണ്ട് തന്നെ ചിലവായി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ല കോരിച്ചൊറിയണ മഴത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ചൂടോടെ തന്നെ കഴിച്ച് നോക്കി, സംഭവം നല്ല പൊളിയാവും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ സംഗതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ കാണാം. ബൈ.